വിജയുടെ എക്കാലത്തെയും വലിയ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ബീസ്റ്റ് എന്ന ചിത്രത്തിന് എന്തുകൊണ്ടാണ് വലിയൊരു തിയേറ്ററിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കാഞ്ഞത്? കൂടാതെ കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രമായിട്ടും ചിത്രത്തിന്റെ ചില പോരായ്മകളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു കിടിലൻ ചിത്രം തന്നെയാണ് ബീസ്റ്റ് എന്ന ചിത്രം. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ പോരായ്മകളും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ശിവകാർത്തിന്റെ കേരളത്തിൽ തന്നെ ആദ്യത്തെ 100 കോടി കളക്ട് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ഡോക്ടർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ശേഷം നെൽസൺ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം വിജയ്ക്കൊപ്പമാണെന്നും കൂടാതെ തന്നെ മാസ്റ്റർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വിജയ് അഭിനയിക്കാൻ പോകുന്ന നെൽസന്റെ കൂടെ ഒരു ചിത്രമായിരിക്കുമെന്നൊക്കെ അപ്ഡേറ്റുകൾ വന്നതോടുകൂടി തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നപ്പോൾ എല്ലാവർക്കും അങ്ങേയറ്റം ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം മാസ്റ്ററിന് അപ്പുറത്തോ അല്ലെങ്കിൽ ഡോക്ടറിന് അപ്പുറം പോകുന്ന ഒരു ചിത്രമായിരിക്കും എന്നൊക്കെ തന്നെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് ഞാൻ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇറങ്ങുന്ന ടൈമിൽ എല്ലാവരും തന്നെ കട്ട വെയിറ്റിംഗ് ആണ്. ആ സമയത്തൊക്കെ ഈ ഒരു ചിത്രത്തെ പേരൊക്കെ ടാർഗറ്റ് എന്നൊക്കെ വരുമെന്നൊക്കെ അപ്പോൾ കുറെ റൂമർ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളതായി അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ചിത്രത്തിന് ബീസ്റ്റ് എന്ന പേരൊക്കെ ഇട്ട് ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കി. പക്ഷെ ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിന് ഭയങ്കര ഒരു പ്രേക്ഷക ശ്രദ്ധയോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ആവറേജ് ആയി മാത്രമായിരുന്നു തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും വലിയൊരു സംഭവം തന്നെയായിരുന്നു ഫസ്റ്റ് ലുക്കിലൂടെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വലിയ പ്രിപ്പയർ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു ഫസ്റ്റ് ലുക്ക് പോലൊക്കെ ആയിരുന്നു തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ആയില്ല. സെക്കൻഡ് ലുക്ക് ആരും നിരാശപ്പെടുത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ലുക്ക് ആയാലും അത്രയും എത്തിയില്ല. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചിത്രം ഏപ്രിലൊക്കെ റിലീസിന് എത്തുമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഇറക്കി. ആ ഒരൊറ്റ പോസ്റ്ററിലൂടെ ഈ ഒരു ചിത്രത്തിന് അങ്ങേയറ്റ ഹൈപ്പ് കയറുക തന്നെ ചെയ്തു. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങി. ഫസ്റ്റ് സിംഗിൾ കണ്ടവർക്കൊക്കെ അറിയാം ആ ഒരു ഫസ്റ്റ് സിംഗിൾ ആ ഒരു ടൈമിൽ എന്തോരം വൈറലായെന്ന്. കാരണം ആ സമയത്ത് തന്നെ വിജയുടെ സ്റ്റാർട്ട് മാത്രം പീക്കി നിൽക്കുന്ന ടൈമിലായിരുന്നു ബീസ്റ്റ് എന്ന ചിത്രമൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടൈമിൽ നല്ലൊരു ഡയറക്ടറാണ് നെൽസനൊപ്പം ചെയ്യുന്ന ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ഫസ്റ്റ് സിംഗിളൊക്കെ കിടിലമായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഈ ഒരു ചിത്രത്തിന്റെ ഓരോ ഗാനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വൈറലാവുകയൊക്കെ ചെയ്തൊരു ടൈമായിരുന്നു. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ വലിയ സംഭവമായ അപ്ഡേറ്റുകളോ പോസ്റ്റേഴ്സോ അങ്ങനെ ഒരു അപ്ഡേറ്റ് വൈസ് ഭയങ്കരമായിട്ടൊന്നും പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് പലരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും തന്നെ ഫസ്റ്റ് ഡേ ലോക്ക് ചെയ്ത ചിത്രം കൂടിയായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു KGF-ന്റെ 2ാം ഭാഗമൊക്കെ തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ ചെയ്യുന്നത്. ബീസ്റ്റും കൂടാതെ തന്നെ KGF-ന്റെ 2ാം ഭാഗവും ഏകദേശം ഒരു ദിവസത്തിന്റെ ഡിഫറൻസ് വെച്ചാണ് പുറത്തിറങ്ങാനിരുന്നത്. പലവരും KGF സിനിമ കാണുന്നില്ല, ബീസ്റ്റ് സിനിമ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഈ ഒരു ചിത്രത്തിന് പോകണമെന്നൊക്കെ തീരുമാനിച്ച പലവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ചിലവരൊക്കെ അങ്ങനെ ഒരു ഘടകത്തിൽ പെട്ടെന്നൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് കിടിലം ഒരു ട്രെയിലർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം അന്ന് പുറത്തു വിട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ വിജയുടെ സ്വാഗും സ്ക്രീൻ പ്രസൻസും ഓരോ ഇതിനും ആൾക്കാർ ഇങ്ങനെ ഗൂസ് ബോംസ് അടിക്കുന്ന കൂടാതെ തന്നെ അനിരുദ്ധിന്റെ ആ ഒരു ബീജം വർക്ക് ചെയ്തിരിക്കുന്ന ലെവലും ട്രെയിലർ കട്ട് എല്ലാം കൂടി സിനിമ വേറെ ലെവലിലോട്ട് തന്നെ ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ആ ഒരു ചിത്രത്തെ കൊണ്ടുപോയി. കൂടാതെ വില്ലനെ വലിയ രീതിയൊന്നും ഒരു മാസ്ക് ഇട്ടൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുള്ളത്. എല്ലാവരും തന്നെ വിചാരിച്ചത് ഷൈം ഡോൺ ചാക്ക ആണെന്നൊക്കെ. പക്ഷേ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പുള്ളിയൊന്നും അല്ലെന്ന്. അങ്ങനെ വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങി. ഈ ഒരു ഇത്രയും വലിയ ഹൈപ്പ് കാരണം തന്നെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ആവറേജ് താഴെ റെസ്പോൺസ് ഒക്കെ പോയി. പിന്നീട് അറിയാമല്ലോ പിന്നെ പിറ്റേ ദിവസം KGF ഒക്കെ ഇറങ്ങി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടി. അന്നത്തെ ഏറ്റവും വലിയൊരു ഹിറ്റും കൂടെ ആയി മാറ്റണമായിരുന്നു KGF-ന്റെ 2ാം ഭാഗമൊക്കെ. അപ്പോൾ ഈ ഒരു ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ചിത്രം അന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് KGF 2ാം ഭാഗത്തിന് അതിൻ്റെ ഒരു പോസിറ്റീവ് ആയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ബീസ്റ്റ് സിനിമയ്ക്ക് അത്രയും വലിയൊരു ഹൈപ്പ് തന്നെ ഉള്ളതുകൊണ്ട് KGF സിനിമയ്ക്ക് പലവരും ഹൈപ്പ് കുറച്ച് ഈ ഒരു ചിത്രം കാണണമെന്നൊക്കെ രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് ഹൈപ്പ് ശകലം ഒന്ന് കുറഞ്ഞെന്ന് കരുതിയാൽ നന്നായിട്ടേ വന്നുള്ളൂ. കാരണം ഈ ഒരു ബീസ്റ്റ് സിനിമ കണ്ടതിന്റെ ഒരു നിരാശയൊക്കെ KGF സിനിമ കണ്ടതോടെ എല്ലാവർക്കും മാറുകയും ചെയ്തു. കൂടാതെ തന്നെ എല്ലാവരും അത്രയും വലിയ പ്രതീക്ഷയോടെ കാണാതെ അല്ലെങ്കിൽ ഒറ്റ സിനിമ ആകെ ഈ 2 സിനിമയൊക്കെ പുറത്തിറങ്ങിയുള്ളൂ. KGF-ന്റെ 2ാം ഭാഗത്തിന് മാത്രമായിട്ട് അങ്ങനെ ആൾക്കാർ കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം പോയാലും. പക്ഷെ അന്ന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ KGF-ന്റെ 2ാം ഭാഗത്തിലൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബീസ്റ്റ് സിനിമയിലെ എന്തൊക്കെ പോരായ്മകളാണെന്ന് ഈ ഒരു ചിത്രം പരാജയപ്പെടാനെന്നുള്ള കാരണങ്ങൾ നോക്കാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി ആദ്യം ഈ ഒരു സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എന്നെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം ഞാൻ ഈ ഒരു ചിത്രത്തിന്റെ കഥ ഭയങ്കരമായിട്ട് ബേസ് ചെയ്തോ അല്ലെങ്കിൽ കഥ ഇങ്ങനെയാണോ അല്ലെങ്കിൽ കിടിലം കഥ അതൊന്നുമല്ല. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് വിജയുടെ ആ ഒരു ക്യാരക്ടറാണ്, വീരരാഘവൻ എന്ന ക്യാരക്ടർ. റീസെന്റ് അങ്ങനെ വിജയുടെ ഈ ഒരു ടൈപ്പ് ക്യാരക്ടർ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വിജയനെ നമുക്ക് ചില സീൻസിലൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയാലും ആ ഒരു സ്വാഗ് ആയാലും അതിൻ്റെ ഇടയ്ക്ക് അനിരുദ്ധിന്റെ ആ ഒരു ബീജമൊക്കെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ സ്കോർ ചെയ്ത് ഈ ഒരു സിനിമേനെ പല സ്ഥലത്തും നല്ല ലെവലിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഈ ഒരു ചിത്രത്തിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ചോദിച്ചാൽ അതില്ല. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കത് ലാഗ് അടിക്കുന്നതൊക്കെ ആയിട്ട് തന്നെ വരും. കൂടാതെ തന്നെ ക്ലൈമാക്സ് സീക്വൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. ഈ ഒരു ചിത്രത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് അല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയ വലിയ ഇതൊന്നല്ല എന്നാലും കൊള്ളാമെന്ന് തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഈ ഒരു ചിത്രം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് വരെ നല്ലതായി കഴിഞ്ഞ് പിന്നീട്
ഈ ഒരു ചിത്രം പതുക്കെ ഡൗൺ ആയി. പിന്നെ ക്ലൈമാക്സ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇല്ലാതായി പോയെന്ന് വെച്ചാൽ ഒരു വില്ലനാണ്. KGF സിനിമ അധീര എന്ന് പറഞ്ഞ വലിയൊരു വില്ലനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ റോക്കി എന്ന ക്യാരക്ടറിനെ മൊത്തം ശത്രുക്കളായിട്ട് ചുറ്റുന്നും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വിജയ് എന്ന വീരരാഘവനെ നമുക്കറിയാം, പുള്ളി എന്തോ ഒരു പവറാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്, പുള്ളി എന്തോ ഒരു സെൽഫിഷ് ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനനുസരിച്ചുള്ള വില്ലന്മാരില്ല ഉണ്ട്. പക്ഷേ പുള്ളിക്ക് അതൊക്കെ ഒരു നിസ്സാരമായ രീതിയിൽ കാണിക്കുന്നു. കാരണം നമ്മൾ പുള്ളി ആ ഒരു മാള് മൊത്തം ഹൈജാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് അവരെ കുറച്ച് പേരെയൊക്കെ മാറ്റി നിർത്തി എന്ന രീതി പുള്ളിക്കും എങ്ങനെയും രക്ഷപ്പെടണമെന്ന് മാത്രമുള്ള രീതി കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ടൈമായി കഴിയുമ്പോഴത്തേക്കിന് പുള്ളി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി അവന്മാരെ എല്ലാം തീർത്തിടുന്നു. പക്ഷേ ചില സിനിമയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു മാൾ അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്ന് അവർ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഇവരിനി എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ പുറത്ത് വരും. ഒന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ വലിയ സ്റ്റാർ അല്ലാത്ത ഒരു ആളൊക്കെ ആണെങ്കിൽ നമ്മളത് പേഴ്സണലി അങ്ങനെ എക്സ്പെക്ട് ചെയ്യും, കാരണം ചുറ്റും അത്രയും. പക്ഷേ വിജയ് പോലൊരു ആക്ടർ അത്രയും വലിയൊരു ക്യാരക്ടറൊക്കെ കൊടുത്തിട്ട് ഭയങ്കരമായ ഒരു വില്ലന്മാരില്ലാതെ പോയത് ഈ ഒരു ചിത്രം ചെറിയൊരു നെഗറ്റീവായിട്ട് തന്നെ വന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ സ്റ്റോറിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ലാഗ് അടിക്കുകയൊക്കെ തന്നെ നമുക്ക് പേഴ്സണലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ നെഗറ്റീവായി പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടാതെ തന്നെ പലവരും പറയും ഈ മാസ് സിനിമയിലൊക്കെ നമ്മൾ ലോജിക് വൈസ് ഒന്നും നോക്കുകയൊന്നും ചെയ്യല്ലെന്ന്. പക്ഷെ നമ്മൾ എത്ര വരെ നോക്കിയിരിക്കും, കാരണം ഈ ഒരു ചിത്രത്തിലെ കുറേ ഗൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ബുള്ളറ്റ് പോലും വിജയെ കൊള്ളുന്നതായി കാണിക്കുന്ന പോലില്ല. കുറേ പേരെ വെട്ടുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ച് ചോരയൊക്കെ പുള്ളിയുടെ ഷർട്ട് വരുന്നതല്ലാതെ ഈ ഒരു ചിത്രത്തിൽ പല സീക്വൻസിലൊക്കെ ആയാലും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കുറേ ബുള്ളറ്റ്സ് ഒക്കെ പുള്ളിയുടെ ദേഹത്ത് കൊള്ളാതാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ പണ്ട് കാലത്തെ സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത് വലിയ രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ആയാലും ഇത്രയും ബുള്ളറ്റ്സ് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും കൊള്ളാതിരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അതാണ് ഈ ഒരു ചിത്രം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ കുറേ ഒരു ഗൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്കറിയാം വിജയ് കുറേ രീതിയിൽ ചാടിയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോഴായാലും ഒരു ബുള്ളറ്റ്സ് പോലും കൊള്ളാതിരിക്കുന്നൊക്കെ ആയും കാണാം. എന്നാൽ പോലും ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഇൻട്രോ തന്നെയാണ്. യൂഷ്വലി കണ്ടിരുന്ന വിജയ് സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിലെ വിജയുടെ ഇൻട്രോ തന്നെയായിരുന്നു. ഈ ഒരു ചിത്രത്തിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോ തന്നെയായിരുന്നു വിജയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഒരു സിമ്പിൾ ഇൻട്രോയിലൊക്കെ പുള്ളിനെക്കായാലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ കുറച്ചുകൂടെ അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനെയും കൊടുത്തിട്ട് അവിടെ തന്നെ ആ ഒരു മാൾ കോൺസെപ്റ്റ് മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു മാളിൽ തന്നെ കുറേ ചാലഞ്ചസ് ഒക്കെ വിജയുടെ വീരരാഘവൻ എന്ന ക്യാരക്ടറിൻ്റെ കുറച്ചുകൂടെ നല്ല രീതി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ചലഞ്ചസ് ഒക്കെ പുള്ളി കൊടുത്തിരുന്നെങ്കിൽ പോലും കിടിലമായിട്ട് തന്നെ വരേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു. എങ്കിൽ പോലും ആ ഒരു വിജയുടെ ഈ ഒരു ക്യാരക്ടറിനെയൊക്കെ ബേസ് ചെയ്താൽ നമുക്ക് കാണാൻ തോന്നുന്ന ഒരു കിടിലൻ ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പലവർക്കും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെട്ടവരും ഈ ഒരു ചിത്രത്തെ കുറിച്ച് തന്നെ കാണും. എല്ലാവർക്കും മൊത്തത്തിൽ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലവർക്കൊക്കെ വീരരാഘവൻ എന്ന ക്യാരക്ടറിനെ നാഴി തന്നെ ഇഷ്ടപ്പെടുകയും ആ ഒരു പുള്ളിയുടെ തന്നെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് സ്വാഗതം കാണാൻ തന്നെ പലവരും ഈ ഒരു ചിത്രം കാണുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ചിത്രം ഭയങ്കര ഇഷ്ടപ്പെടുന്നല്ല. ചിലവർക്കൊക്കെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലോജിക് വൈസും കഥയുടെ എല്ലാം ഒരു ഇതൊക്കെ വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടുണ്ട്. വിജയുടെ ലുക്ക് വൈസ് ആയാലും കൂടെ തന്നെ നെൽസന്റെ മേക്കിംഗ് ആയാലും അങ്ങനെ മൊത്തത്തിലൊരു കിടിലൻ ഔട്ട്പുട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വിജയുടെ ആയാലും പെർഫോമൻസ് ബേസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രനായികയായിട്ടുള്ളത് പൂജയായിരുന്നു. കൂടാതെ തന്നെ യോഗി ബാബു ഒക്കെ ആയാലും അത്യാവശ്യം പുള്ളിയുടെ ചില ഏരിയസിലുള്ള കോമഡീസ് ഒക്കെ തന്നെ ആയാലും വർക്ക് ആയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് വിജയുടെ ബീസ്റ്റ് എന്ന ചിത്രത്തെക്കുറിച്ചായാലും എനിക്കായാലും തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ ഒരു ചിത്രത്തിലെ എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്, കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളായാലും നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.